ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർ ബി ഐയുടെ ഫങ്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ ഫങ്ഷൻസാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കണ്ടായി അല്ലേ, മറ്റൊരു വീഡിയോയിൽ നോക്കി. അതിൽ രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ അല്ലേ ഉണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായി. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇതിൽ ഓരോ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? അവിടെ ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ് അത് നിശ്ചയിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. സോ ബൈ വേ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ regulates and controls the quantum or quantity of or amount of credit available for disbursement. ക്രെഡിറ്റ് എത്രമാത്രം കൊടുക്കാം, എത്ര ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ ഏത് പരിധിയിൽ നിർത്തണം. ക്രെഡിറ്റ് കൂടുതലായി കഴിഞ്ഞാലും കുറവായി കഴിഞ്ഞാലും പ്രോബ്ലമാണ് അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. കൂടുതലാകും തോറും എന്ത് സംഭവിക്കും? അത് ഇൻഫ്ലേഷൻ മറ്റുള്ള കാര്യങ്ങൾക്ക് കാരണമാവാം. കുറഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഡിപ്രഷനും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരാനുള്ള എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബാലൻസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായി ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ് നിശ്ചയിക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന കുറേയധികം മെത്തേഡ്സ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. ഇതിനെ വെപ്പൺസ് എന്നാണ് പറയുക. ക്ലിയർ? സോ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് അല്ലെങ്കിൽ ടൂൾസ് എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ താഴെ പറയുന്നതാണ് അങ്ങനെയുള്ള ടൂൾസ് പ്രധാനമായിട്ടും. പ്രധാനമായിട്ടും 4 ടൂൾസാണുള്ളത്. 1 ബാങ്ക് റേറ്റ് പോളിസി, 2 ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, 3 വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, 4 വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണിയുടെ ക്വാണ്ടിറ്റി നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് മണി ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ് അതിനെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഉള്ള ടൂൾസുകളാണ് ഇത്. ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെയും ഉപയോഗിക്കാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ, സാഹചര്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് ആർ ബി ഐ ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മെത്തേഡോ അല്ലെങ്കിൽ എല്ലാം തന്നെയോ ഏറ്റെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണത്? സോ ഇറ്റ് ഇസ് ബാങ്ക് റേറ്റ് ഇസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ready to grant loans and advances to commercial banks or rediscounts the bill of exchange. പ്രധാനമായിട്ട് ഇത് മീഡിയം ടേം അല്ലെങ്കിൽ ലോങ് ടേം അഡ്വാൻസസ് ആയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നേരത്തെ എല്ലാ തരത്തിലുള്ള അഡ്വാൻസും ബാങ്ക് റേറ്റ് മുഖേന കൊടുത്തിരുന്നു. ഇപ്പോൾ ബാങ്ക് റേറ്റ് അനുസരിച്ച് കൊടുക്കുന്നത് അല്ലേ. മീഡിയം ടേം ലോൺസ് അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ഒക്കെ എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അഡ്വാൻസസ് ആര് കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ബാങ്ക് റേറ്റിനനുസരിച്ചിട്ടുള്ള റേറ്റിൽ ലോൺ കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ? അപ്പോൾ ബാങ്ക് റേറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓർ റീഡിസ്കൗണ്ട് റേറ്റ്. ക്ലിയർ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി റീഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റേറ്റിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ബാങ്ക് റേറ്റ് അതാണ് ബാങ്ക് റേറ്റും. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക് റേറ്റ് നിശ്ചയിക്കുന്നത്, ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിന് 1 lakh റുപ്പി, ക്ലിയർ, 1 ലക്ഷം രൂപയുടെ ബില്ലുണ്ടെന്ന് വിചാരിക്കുക. റിസർവ് ബാങ്കിൽ കൊണ്ടിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാണ്, 10% ഡിസ്കൗണ്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൽ 90,000 രൂപ അവർക്ക് ക്യാഷ് ആയി കിട്ടുള്ളൂ. 10,000 രൂപ ആരെടുക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കും. ഇത് 1% വിചാരിക്കുക അല്ലേ. ഡിസ്കൗണ്ട് റേറ്റ് കുറച്ചിട്ട് 1% ആക്കി. അപ്പോൾ എന്താവും? 99,000 റുപ്പീസും ബാങ്കിന് കിട്ടും, 1,000 റുപ്പീസ് മാത്രമേ റിസർവ് ബാങ്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ബാങ്ക് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ക്ലിയർ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫണ്ട് അവൈലബിലിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫണ്ട് അവൈലബിലിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് അല്ലേ അവർ ഇത്രയും ബാങ്കുകൾ പബ്ലിക്കിന് ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കോ ബിസിനസ്സിനോ ലോൺ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് കുറയുകയും കൂടുകയും ചെയ്യും. ഇതനുസരിച്ച് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാങ്ക് റേറ്റ് പോളിസി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 49, the standard rate at which Reserve Bank of India prepared to buy or rediscount bill of exchange or other commercial paper eligible for purchase under this act, clear, is called as bank rate. So thus the bank rate is the rate at which Reserve Bank purchases or rediscount the specified bills
and commercial papers or grants loans to the commercial bank against approved securities. അപ്പോൾ ഇങ്ങനെ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യുന്ന റേറ്റ് ആണ് ഇത്. ഓക്കെ, സോ ബൈ മാനിപ്പുലേറ്റിംഗ് ദ ബാങ്ക് റേറ്റ്, റിസർവ് ബാങ്ക് can to some extent regulate the commercial bank credit and general credit situation in the country. Clear? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഡയറക്റ്റായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് എന്താവും, എക്കണോമിയിലുള്ള ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷനെ, ക്രെഡിറ്റ് സപ്ലൈ അല്ലെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനെ ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നു. ഓക്കെ, but the effectiveness of credit policy, credit control weapon depends upon. Clear? അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? നമ്പർ 1, ഹൗ ഫാർ ദ ബാങ്ക് അപ്രോച്ച് ദ റിസർവ് ബാങ്ക് ഓർ സെൻട്രൽ ബാങ്ക് ഫോർ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ. അല്ലേ, സെൻട്രൽ ബാങ്കിലേക്ക് പൈസ ആവശ്യം വരുമ്പോൾ സെൻട്രൽ ബാങ്കിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ബില്ലും കൊണ്ട് പോയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ല അവർ വേറെ ആൾട്ടർനേറ്റീവ് സോഴ്സ് കണ്ടെത്തുകയാണെങ്കിലോ ഈ വെപ്പൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. Then the volume of eligible bills with the commercial banks which can be rediscounted with Reserve Bank of India, അതും വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ? എത്രമാത്രം എലിജിബിൾ ബിൽസ് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് റീഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? എല്ലാ ബില്ലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധി വരെ ചെയ്യാൻ പറ്റുമോ? ഓരോ ബാങ്കിനും ഓരോ പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിനെ ഈ കൺട്രോൾ നമുക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ബാങ്കുകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബാങ്ക് ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് റേറ്റ് കൂട്ടിയാലും കുറച്ചാലും ഒന്നും കാര്യമില്ല. കാരണം എന്താ, ബാങ്കുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതും ഒരു നമുക്ക് ഫാക്ടറായിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൗ ഫാർ മണി മാർക്കറ്റ് റേറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ റെസ്പോണ്ട് ടു ദ ചേഞ്ചസ് ഇൻ ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റിനനുസരിച്ചിട്ട് മണി മാർക്കറ്റിലുള്ള മറ്റുള്ള റേറ്റുകളും ചേഞ്ച് ചെയ്യുമായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് വരെ. കാരണം മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം സെക്യൂരിറ്റി. ക്ലിയർ? അപ്പോൾ നേരത്തെ ബാങ്ക് റേറ്റ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻസിന് വേണ്ടിയിട്ടും കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ സമയത്തെല്ലാം ബാങ്ക് റേറ്റിലുള്ള പോളിസി റേറ്റ് ആയിട്ടാണ് ബാങ്ക് റേറ്റിന് അറിയപ്പെടുക. അപ്പോൾ ബാങ്ക് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ള എല്ലാ മണി മാർക്കറ്റ് റേറ്റുകളും ചേഞ്ച് ചെയ്യും. ക്ലിയർ? ഇപ്പോൾ അതിൻ്റെ സിറ്റുവേഷനൊക്കെ മാറി. ക്ലിയർ? ആസ് ബാങ്ക് റേറ്റ് നൗ ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ്, ക്ലിയർ, അഡ്വാൻസസ് ബൈ ദി RBI. എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ ഷോർട്ട് ടേം അഡ്വാൻസസിന് നമ്മൾ റിപ്പോ റേറ്റാണ് എന്തായിട്ട് എടുക്കുന്നത്, പോളിസി റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് മണി മാർക്കറ്റിലുള്ള റേറ്റുകളൊക്കെ മാറുന്നത് എന്തിനനുസരിച്ചിട്ടായിരിക്കും, മിക്കവാറും റിപ്പോ റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാറുക. അപ്പോൾ അത് ഒരു ഇതൊരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ലിമിറ്റേഷൻ ഓഫ് ദിസ് മെത്തേഡ്. A major credit requirement of Indian economy is met by money lenders and indigenous bankers. ക്രെഡിറ്റ് കൺട്രോളൊക്കെ നമ്മൾ നല്ല വെപ്പണാണ്, ശരിയാണ്, റിസർവ് ബാങ്കിനെ നിയന്ത്രിക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്കറിയാം നമ്മുടെ രാജ്യം പോലുള്ള ഒരു രാജ്യം ഇത് അല്ലേ, ഒരു ഏകദേശം പകുതിയോളം വരുന്ന മണി ലെൻഡിങ്ങും ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിനാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന മണി ലെൻഡേഴ്സും ഇൻഡിജിനസ് ബാങ്കേഴ്സൊക്കെ തന്നെയാണ് ഇപ്പോഴും അല്ലേ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം പോകുന്നത് ബാങ്കിലല്ല, പകരം എന്ത് ചെയ്യും, മണി ലെൻഡറുടെ അടുത്തോ അല്ലെങ്കിൽ ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ അടുത്തോ ആണ് പോയിട്ട് പെട്ടെന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ, മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്, ക്ലിയർ, ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ടു ദി ക്രെഡിറ്റ് കൺട്രോൾ. കാരണം നമ്മൾ എന്ത് തന്നെ എടുത്താലും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് തന്നെ നടപടി എടുത്താലും, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടപടി എടുത്താലും ഈ സെക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ, അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലേ, മണി ലെൻഡേഴ്സിനെ ഇൻഡിജിനസ് ബാങ്കേഴ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോബ്ലമായിട്ട് മാറും. ദെൻ lack of accommodation of different components of Indian money market is another reason. Clear? So lack of coordination, lack of coordination of different components. Money market കുറേ components ഉണ്ട് അല്ലേ, അത് ട്രഷറി ബിൽ മാർക്കറ്റ് ഉണ്ട്, CP മാർക്കറ്റ് ഉണ്ട്, CD മാർക്കറ്റ് ഉണ്ട്, ക്ലിയർ, ഡിസ്കൗണ്ട് മാർക്കറ്റ് ഉണ്ട്, അക്സെപ്റ്റൻസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സിനെയൊക്കെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു കോർഡിനേറ്റിംഗ് മെക്കാനിസം ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ സെഗ്മെൻറ്റിലും ഓരോ റേറ്റ് ആയിരിക്കും പ്രൊവൈൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ ഇറ്റ് ഈസ് സീൻ ദാറ്റ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് is not varying according to the same proportion of variation in the occurring in the bank rate. ബാങ്ക് റേറ്റിനനുസരിച്ച് മാർക്കറ്റിലുള്ള മറ്റുള്ള റേറ്റുകളൊന്നും മാറുന്നില്ല. ക്ലിയർ? നേരത്തെ മാറിയിരുന്നു, കാരണം പ്രീവിയസ്ലി റിപ്പോ റേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ബാങ്ക് റേറ്റ് തന്നെയായിരുന്നു പോളിസി റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് റേറ്റ് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ ലെൻഡിങ് റേറ്റ്സിലും മാറ്റം വരുമായിരുന്നു. ഇപ്പോൾ അത് വരുന്നില്ല. കാരണം എന്താ,
ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പോളിസി റേറ്റ് നാവും. ക്ലിയർ? അപ്പോൾ എന്ത് സംഭവിക്കും? അത് റിപ്പോ റേറ്റ് മാറുമ്പോഴാണ് മറ്റുള്ള ചേഞ്ചസ് ഒക്കെ വരിക. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് മാറും. ദെൻ സ്കേഴ്സിറ്റി അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, എത്രയാണോ നമ്മൾ ബാങ്ക് റേറ്റോ അല്ലെങ്കിൽ റിപ്പോ റേറ്റ് ഒക്കെ മാറുന്നത് അതിന് അനുപാതമായിട്ട് ലെൻഡിങ് റേറ്റ് മാറാറില്ല. ക്ലിയർ? അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് എലിജിബിൾ ബിൽസ് ഫോർ ഓഫ് ദി ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് കോസ്ഡ് ദി നോൺ പോപ്പുലാരിറ്റി ഓഫ് റീഡിസ്കൗണ്ടിങ് ഓഫ് ദ ബിൽ. അല്ലേ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്കൊന്നും അറിയില്ല. അല്ലേ, മിക്കവാറും ട്രേഡേഴ്സിനും എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, ഡിസ്കൗണ്ടിങ് എന്താണ്, റീഡിസ്കൗണ്ടിങ് എന്താണ്, അതൊന്നും അറിയില്ല. അപ്പോൾ ബാങ്കുകളിൽ അവർ ഡിസ്കൗണ്ട് ചെയ്താലല്ലേ ബാങ്കുകൾക്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എടുത്തിട്ട് കൊമേഴ്ഷ്യൽ ബില്ലുകൾ എടുത്ത് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് റീഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ബിൽ കൾച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ക്ലിയർ? ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടത്തിനൊക്കെ സാധാരണ എല്ലാവരും കൊടുക്കുന്നുണ്ട്, കടം കൊടുക്കുന്നുണ്ട്, സാധനം വിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് തെളിവായിട്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുകയോ ഒരു ബിൽ, അല്ലേ, ബിൽ കൾച്ചർ ഇന്ത്യയിൽ അത്രത്തോളം ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ദ ബാങ്കേഴ്സ് have abundance of deposits with them even after meeting the requirement of minimum statutory cash reserves and minimum statutory liquidity ratio. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം കൂടുതൽ ക്യാഷ് റിസർവ്സ് ബാങ്കുകളുടെ കൈവശമുണ്ട്. ക്ലിയർ? നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് അവർക്ക് കിട്ടുന്ന ആകെ ഡിപ്പോസിറ്റ്സിൻ്റെ 60% ഒക്കെ ലോണായിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള പൈസ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ഡിപ്പോസിറ്റ്സ് ടു ലെൻഡിങ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ക്ലിയർ അത്രത്തോളം സാറ്റിസ്ഫാക്ടറി അല്ല. ക്ലിയർ? ഒരു 100% എത്ര ഡിപ്പോസിറ്റ് കിട്ടിയോ അതിന് അനുപാതമായിട്ട് ലോണൊന്നും കൊടുക്കുന്നില്ല. ക്ലിയർ? ആകെ കിട്ടുന്ന ഡിപ്പോസിറ്റ്സിൻ്റെ ഒരു 60% വരെയൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, ബാങ്കുകളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് അതും ഒരു പ്രോബ്ലമായിട്ട് പറയാം. വരും ഈ ബാങ്ക് റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. റിസർവ് ബാങ്ക് പോളിസി മാറ്റേഴ്സിൻ്റെ ഭാഗമായി ബാങ്ക് റേറ്റിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വേരീഡ് റേറ്റ് ആയിരിക്കും ഉള്ളത്. അല്ലേ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് നോക്കുന്നുണ്ടായി റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ്, ബാങ്ക് റേറ്റ് എത്രയാണെന്നല്ലേ. ഇപ്പോൾ 4.25% ആയിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ എക്കണോമിക് സിറ്റുവേഷൻ, മണി സർക്കുലേഷൻ, അതുപോലെ ക്രെഡിറ്റ് റിക്വയർമെൻ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഈ റേറ്റ് നിശ്ചയിക്കുക. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഇതിൽ കാണുന്ന 8.25 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഡാറ്റ ഈസ് നോട്ട് കറക്റ്റ്ലി 2015 ഡാറ്റയാണ്. ക്ലിയർ? ഇപ്പോൾ ഇത് എത്രയാണ്? 4.25%-ലാണ് ബാങ്ക് റേറ്റ് നിൽക്കുന്നത്. ക്ലിയർ? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് എല്ലാം 4.25% നിൽക്കണം. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വേറൊരു പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ? വേറൊരു ഇതാണ് RBIയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സെൻട്രൽ ബാങ്ക് എന്ന നിലയിൽ ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്തുന്നു. ക്ലിയർ? ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ക്ലിയർ ആവശ്യമായിട്ടുള്ള രീതിയിൽ കടം എടുക്കുകയോ അല്ലെങ്കിൽ കടം മണി പമ്പ് ചെയ്യുകയോ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ, അല്ലേ, ബാങ്കുകൾ മുഖേന അല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിനെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. So open market operations of a central bank consists of purchase and sale of government securities from the open market. Clear? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തു. ക്ലിയർ? അപ്പോൾ പൈസയുടെ വളരെ കുറവുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പൈസ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേയധികം ഗവൺമെൻറ് ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് തിരിച്ചു വാങ്ങിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത്രയും പൈസ ബാങ്കുകളുടെ കൈവശം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൈവശം മാർക്കറ്റിലേക്ക് വരും. അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ക്രെഡിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പൈസ കൂടുതൽ, അല്ലേ, പൈസയുടെ ക്രെഡിറ്റ് കുറയ്ക്കണം എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് കുറേയധികം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ബാങ്കുകളത്തെ ഇൻസ്റ്റിറ്റ്യൂഷനടുത്തൊക്കെ വാങ്ങിക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലൊക്കെ ഇൻവെസ്റ്റഡ് ആവും. ഈ പൈസ മുഴുവൻ റിസർവ് ബാങ്കിന് കിട്ടും. അപ്പോൾ മണിയുടെ സർക്കുലേഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുന്നതും കുറയും. അപ്പോൾ ഈ ഇതിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുക. ക്ലിയർ? സോ സെക്ഷൻ 17 ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് empowers the Reserve Bank of India to purchase and sale of government securities and such securities of the local authorities as specified by the central government. So apart from the RBI is authorized to do purchase and sale of securities whose principal and interest is guaranteed by the central government, state government and local authority. Clear? അപ്പോൾ
RBI ആണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? either സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്നതിന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഈസ് യൂസ്ഡ് ബൈ RBI ഫ്രം ടൈം ടു ടൈം for different purposes. Clear? So it is at the present conducted by the bank at 7 of its offices. Clear? ഇത് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടുള്ള ബാങ്കുകൾ അല്ലേ, ബാങ്കുകളുടെ റിസർവ് RBIയുടെ ബ്രാഞ്ച് ഓഫീസുകളാണ് പറയുന്നത്. ക്ലിയർ? അഹമ്മദാബാദ്, ബാംഗ്ലൂർ, മുംബൈ, കൽക്കട്ട, ഹൈദരാബാദ്, ചെന്നൈ, ന്യൂഡൽഹി, ക്ലിയർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആവശ്യമായ രീതിയിൽ ചെയ്യും. ക്ലിയർ? So after Second World War, it adopted the open market operation on a large scale, clear, to help maintaining security prices and stabilizing the financial structure of the country. Clear? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാർ ടൈമിലൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ വന്നിട്ടുള്ള ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓപ്പൺ മാർക്കറ്റിലെ ഇൻ്റർവെൻഷൻ RBI ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് റേസ്ഡ് the bank rate in 1951. Clear? So along with this, it announced the change in the open market policy. So according to the seasonal finance is provided to the bank by granting temporary accommodation against the collateral of government securities and not by purchasing government securities outright. Clear? അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ മാർക്കറ്റിലുള്ള ചെറിയൊരു വേറൊരു വേരിയേഷൻ വന്നതാണ് പറയുന്നത്. ക്ലിയർ? ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് പകരം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫെസിലിറ്റി കൂടെ റിസർവ് ബാങ്ക് പെർമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ദ requisites are required for the success of ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡിസ്കസ്ഡ്. ഇത് സക്സസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, സ്റ്റെബിലിറ്റി ഓഫ് ദി ക്യാഷ് പ്രൈസ് ഇൻ ബാങ്ക്. ക്ലിയർ? ബാങ്കിൽ എന്ത് വേണം? അല്ലേ, ഒരു സ്റ്റെബിലിറ്റി in cash price. So in India, scheduled banks are required to maintain cash reserves with RBI and which are over and above the statutory minimum. Okay, so the excess over statutory minimum fluctuations with seasonal changes happening in the monetary condition. So open market operations will reduce the excess reserves of commercial bank. So the limiting factor of the success of the open market operation എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ക്യാഷ് റിസർവ് റേഷ്യോ. ക്ലിയർ? ക്യാഷ് റിസർവ്, ക്യാഷ് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്യാഷ് റിസർവ് ആക്കി മാറ്റിയാണ്. ക്ലിയർ? അപ്പോൾ എത്രമാത്രം ക്യാഷ് റിസർവ്സ് RBI സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഓപ്പൺ മാർക്കറ്റിലിൻ്റെ സക്സസോ ഫെയിലിയറോ നിശ്ചയിക്കപ്പെടും. ക്ലിയർ? അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ വളരെ കുറവാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വളരെ വിജയിക്കും. അല്ലേ? ക്യാഷ് റിസർവ് റേഷ്യോ തന്നെ വളരെ കൂടുതലാണെങ്കിൽ ബാങ്കുകളുടെ കൈവശം മിച്ചമുള്ള പൈസ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ അത്രത്തോളം സക്സീഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതനുസരിച്ച് നമുക്കൊരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യാഷ് റിസർവ് റേഷ്യോ ഓർ ക്യാഷ് റിസർവ്സ് റിക്വയർഡ് ബൈ RBI. So next one is number 2, existence of unorganized sector. അതായത് നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഓർഗനൈസ്ഡ് സെക്ടറിലൂടെ RBIക്ക് കൺട്രോൾ ചെയ്യാം. അൺഓർഗനൈസ്ഡ് സെക്ടറിന് ഒന്നും ചെയ്യാനും കഴിയില്ല. ക്ലിയർ? നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിർണായകമായിട്ടുള്ളൊരു പങ്കും അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ടുള്ള മണി ലെൻഡേഴ്സ്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഇവരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് പറയാൻ പറ്റും. ദെൻ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് സെക്യൂരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ക്ലിയർ വേരീഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ എണ്ണം കുറവാണ്. ക്ലിയർ? ഡിഫറെൻറ്റ് മെച്യൂരിറ്റി പീരീഡ്സിൽ വരുന്ന അല്ലേ, അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെയൊക്കെ മെച്യൂരിറ്റി പീരീഡ് ഒരു നിശ്ചിത പീരീഡ് ആയിരിക്കും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 2025 അവസാനിക്കുന്ന അല്ലെങ്കിൽ 2030 അവസാനിക്കുന്ന ഇങ്ങനെ ഏതെങ്കിലും 2-3 തരത്തിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടാവുള്ളൂ. ക്ലിയർ? അതല്ലാതെ എന്തുണ്ടാവില്ല? ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസത്തിലും മെച്യൂരിറ്റി വരുന്നുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രീക്വൻലി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ദെൻ സ്ട്രെങ്തനിങ് ഓഫ് ദി സെക്യൂരിറ്റി മാർക്കറ്റ്. ക്ലിയർ? അതും വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലൊരു സെക്യൂരിറ്റി മാർക്കറ്റ് വേണം. മണി മാർക്കറ്റ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിക്കോട്ടെ. ക്ലിയർ? അപ്പോഴേ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇന്ത്യയിലുള്ള മാർക്കറ്റ് അത്രത്തോളം സ്ട്രോങ് അല്ല, എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകം. Then development of institutional infrastructure. Clear? Developmental institutional structure അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ. സോ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ റിക്വയർഡ് ടു കണ്ടക്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ്ങിൻ്റെ രീതിയിലേക്ക് നമ്മുടെ
സിസ്റ്റം മാറണം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് RBIക്ക് ഇടപെടാൻ കഴിയുള്ളൂ. ക്ലിയർ. സോ ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. സോ മെഷേഴ്സ് ടേക്കൺ ബൈ RBI ഫോർ സ്ട്രെങ്തനിങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ക്ലിയർ. അതിനുവേണ്ടിയുള്ള RBIയുടെ മെഷേഴ്സ് എന്തൊക്കെയാണ്? നമ്പർ 1, so Bank of India established Discount and Finance House of India. Clear. So the Securities Trading Corporation of India. Okay. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ RBIയുടെ ഓസ്പീഷ്യസിൽ രൂപീകരിച്ചു. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. ഇത് RBIയുടെ കീഴിലാണ് രൂപീകരിച്ചത് ആദ്യം, പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, DFHI. ഓക്കെ. അതുപോലെ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഇന്ത്യ. റിസർവ് ബാങ്കിന് അവരുടെ കൈവശമുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് കൊണ്ടുവന്നതാണ് STCI എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ RBI issued guidelines for the development of a system of primary dealers. അതുപോലെ പ്രൈമറി ഡീലേഴ്സ്, സെക്കൻഡറി ഡീലേഴ്സ് എന്ന് പറയുന്ന ഡീലേഴ്സ്, സെക്കൻഡറി മാർക്കറ്റ് കുറച്ചുകൂടെ ഓപ്പറേഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സെക്കൻഡറി മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏർപ്പാടാണ് പ്രൈമറി ഡീലേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ. മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നതിനുള്ള ഡീലേഴ്സ്. അപ്പോൾ പ്രൈമറി ഡീലേഴ്സും സെക്കൻഡറി ഡീലേഴ്സിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ RBI നൽകുന്നുണ്ട് ഇപ്പോൾ. ക്ലിയർ. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട മെഷറായിട്ട് പറയാൻ പറ്റും. ഡെലിവറി വേഴ്സസ് പേയ്മെൻറ്റ് DVP system. Clear. Is introduced. As per this system, simultaneous payment is done when the seller transfers securities to the buyer to those who have the subsidiary general ledger account. Clear. Subsidiary general ledger account എന്നൊക്കെ പറയുന്നത് RBI മെയിൻറ്റെയിൻ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അക്കൗണ്ടാണ്. ഇതിലൂടെയാണ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ ഒരാൾ സെക്യൂരിറ്റീസ് സെല് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റിക്കുന്നു. ക്ലിയർ. ഡെലിവറി വേഴ്സസ് പേയ്മെൻറ്റ് DVP സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഈ രീതിയിൽ മണി സപ്ലൈ പെട്ടെന്ന് മാറ്റാനും കുറയ്ക്കാനൊക്കെ RBIക്ക് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DVP സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെയാണ് ചില മെഷേഴ്സ്. സോ നെക്സ്റ്റ് തേർഡ് മെഷർ ഈസ് വേരിയബിൾ റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോ എന്ത് ചെയ്യുക, വേരി ചെയ്യുക. CRR വേരി ചെയ്യുക. ക്ലിയർ. അങ്ങനെ വേരിയബിൾ റിസർവ് റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ക്രെഡിറ്റ് കൺട്രോൾ, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ. സോ ആസ് പെർ സെക്യൂരിറ്റി സെക്ഷൻ 42 subsection I(1). Clear. So section 42I of the Reserve Bank of India Act, every scheduled bank is required to maintain a fixed percentage of time and demand deposits as cash reserve. Play with RBI. ഇതിനെ നമ്മൾ CRR എന്ന് പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ഈ ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ നേച്ചർ കൂടുന്തോറും ബാങ്കുകൾക്ക് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറയും അല്ലേ. ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ച് കൊണ്ടുവരുന്നതോറും ബാങ്കുകളുടെ കൈവശമുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കൂടും. ക്ലിയർ. അപ്പോൾ ആകെ 100 രൂപ കിട്ടുന്നതിൽ 10% CRR എങ്കിൽ 90 റുപ്യയിൽ ലെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അത് നമ്മൾ 4% കുറച്ചൊന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 96 രൂപയിൽ ലെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്യാഷ് റിസർവ് റേഷ്യോ വേരി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, CRR വേരി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ ആവശ്യമായുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും, CRR 0.5% കുറച്ചാൽ പോലും ബാങ്കിങ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 50,000 കോടി രൂപയൊക്കെയാണ്. ക്ലിയർ. 50,000 കോടി രൂപ അല്ലെങ്കിൽ 75,000 കോടി രൂപയൊക്കെയാണ്. 0.5% CRR കുറച്ച് കഴിഞ്ഞു. ക്ലിയർ. അപ്പോൾ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ CRR 4% നമുക്കറിയാം അല്ലേ. പക്ഷേ ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ പോലും വലിയൊരു എമൗണ്ട് ക്ലിയർ ബാങ്കിങ് സിസ്റ്റത്തിൽ അവൈലബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ വേരിയബിൾ റിസർവ് റേഷ്യോ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും എന്ത് ചെയ്യാം, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ. ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, വേരിയബിൾ റിസർവ് റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്ലിയർ. അതും ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി ഇത് എത്രയാണ് റേഷ്യോ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കി. ക്ലിയർ. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റേഷ്യോ. ക്ലിയർ. SLR എന്ന് പറയും നമ്മൾ. ക്ലിയർ. എന്താണ് SLR? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്ലിയർ. അപ്പോൾ SLRൻ്റെ റേഷ്യോ നമുക്കിവിടെ നേരത്തെ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ട് 18% അടുത്തേക്കാണ് നിൽക്കണം അല്ലേ. അപ്പോൾ നേരത്തെ ഇത് 25%, 30%, 40% വരെയൊക്കെ ചെയ്യാം. ക്ലിയർ. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറയ്ക്കുന്നതോറും SLR കുറയ്ക്കുന്നതോറും എന്ത് ചെയ്യുന്നു, ബാങ്കുകൾക്ക് അവരുടെ കൈവശമുള്ള ഡിസ്പോസൽ ഫണ്ട് വളരെ കൂടും. ഇപ്പോൾ ലിക്വിഡ് സെറ്റായിട്ട് തന്നെ വെക്കണമെന്നില്ല, ദേ ക്യാൻ ലെൻഡ് ദ മണി. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കൂടും. അങ്ങനെ SLR കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ക്രെഡിറ്റിൻ്റെ അളവിൽ. ക്ലിയർ. അപ്പോൾ നേരത്തെ 25% ഉണ്ടായിരുന്ന SLR ഇപ്പോൾ 18% കുറയ്ക്കുമ്പോൾ അല്ലേ, അത്രയും ലക്ഷക്കണക്കിന് കോടി രൂപ ബാങ്കിങ് സെക്ടറിലേക്ക് അവൈലബിൾ ആക്കുകയാണ്. ക്ലിയർ. അപ്പോൾ അത്രയും ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ
ക്രെഡിറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ബിസിനസ്, ഇൻഡസ്ട്രി, ട്രേഡ്, കോമേഴ്സ് ഒക്കെ വളരും അല്ലേ. എംപ്ലോയ്മെൻറ്റും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കൂടും, പ്രൊഡക്ഷനൊക്കെ കൂടും, മാർക്കറ്റ് കൂടും, കൺസംഷൻ കൂടും, ഇൻകം കൂടും. അങ്ങനെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഫലമായിട്ട് വരും. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ CRRഉം SLR ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അത് വേരി ചെയ്യുക, ആവശ്യമനുസരിച്ച് എക്കണോമിക് നീഡ് അനുസരിച്ച് വേരി ചെയ്യുക, ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് വേരി ചെയ്യുക എന്നുള്ളതും ഒരു ക്രെഡിറ്റ് കൺട്രോൾ മെഷറായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. ക്ലിയർ? ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ക്ലിയർ? അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്ക് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. ക്ലിയർ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോൻ്റെയും CRRൻ്റെയും വ്യത്യാസം എന്താ? CRR ഈസ് മെയിൻറ്റെയിനിങ് ക്യാഷ് വിത്ത് RBI. CRR എന്ത് ചെയ്യണം? ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കണം. SLR എന്ത് ചെയ്യണമെന്നില്ല? ക്യാഷായിട്ട് തന്നെ നിക്ഷേപിക്കണമെന്നില്ല. ക്ലിയർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കണമെന്നില്ല, പകരം ബാങ്കിൽ കീപ്പ് ചെയ്യണം. ക്ലിയർ? ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റീസിൻ്റെ ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിമാൻഡ് ലയബിലിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കറണ്ട് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, സേവിങ്സ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അങ്ങനെയുള്ളതാണ്. ക്ലിയർ? ടേം ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ക്ലിയർ? ഇങ്ങനെ ഡിപ്പോസിറ്റ്സ് ഒക്കെ പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് അല്ലേ. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ബാങ്കുകൾ ലെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റി, അതായത് ടോട്ടൽ ഡിപ്പോസിറ്റ്സ് എന്നർത്ഥം, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ്. ക്ലിയർ? എന്തായിട്ട് വയ്ക്കേണ്ടത്? CRR ആണെങ്കിൽ SLR ആണ് കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ? SLR എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നിയർ ക്യാഷ് സെക്യൂരിറ്റി ആയിട്ടോ, ട്രഷറി ബില്ലുകളായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ടോ ഒക്കെ നിക്ഷേപിക്കാം. അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ SLRൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ക്യാഷ് തന്നെ വേണമെന്നില്ല. ക്ലിയർ? നിയർ ക്യാഷ് സെക്യൂരിറ്റീസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ലിക്വിഡ് അസറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ക്ലിയർ? അതുപോലെ CRR ചെയ്യാൻ പറ്റില്ല. CRR എന്ത് ചെയ്യണം? ഷുഡ് ബി ക്ലിയർ ഡെപ്പോസിറ്റഡ് ഇൻ ക്യാഷ് വിത്ത് RBIയിലേക്ക് ക്യാഷായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ SLRൻ്റെ റേറ്റാണ് ഇപ്പം ഏകദേശം 18% ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സെലക്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മെഷേഴ്സായിട്ട് വരുന്നത്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആയിട്ടാണ് നോക്കിയത്. ഓക്കെ, സോ ബാങ്ക് റേറ്റ് പോളിസി, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ വേരിയബിൾ റിസർവ് റേഷ്യോ, ദെൻ വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. ക്ലിയർ? ഇപ്പോൾ CRRഉം അതുപോലെ തന്നെ SLRഉം രണ്ടും ക്ലിയർ എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ CRR, SLR അതുപോലെ തന്നെ റിപ്പോ, ഇത് മൂന്നും ഈ മൂന്ന് റേറ്റുകളാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതെങ്കിലും അനൗൺസ്മെൻറ്റിനൊക്കെ വേണ്ടി മാറ്റുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന മൂന്ന് റേറ്റുകൾ. ക്ലിയർ? റിപ്പോ റേറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഒരു ബാങ്ക് റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ബാക്കിയുള്ള രണ്ടെണ്ണം റിസർവ് റേഷ്യോൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്.